ദില്ലിയിൽ കനത്ത മഴയാണ്. റെഡ് അലേർട്ടൊക്കെ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ട്. ദില്ലിയിൽ നിന്ന് സിബി ജോസഫ് കൂടി ചേരുന്നുണ്ട്. സിബി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്. നിലവിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് മഴ അവിടെ ലഭിക്കുന്നുണ്ടല്ലേ? വിനിഷ, തീർച്ചയായും ദില്ലിയിൽ ഇപ്പോൾ കനത്ത മഴയാണ്. ഇന്നലെ രാത്രി തുടർന്ന മഴ ഇപ്പോഴും അതിശക്തമായി തിമിർത്ത് പെയ്യുകയാണ്. ഇന്നിപ്പോൾ രാവിലെ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. നഗരത്തിലെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് ഇപ്പോൾ രൂപം കൊണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ദില്ലിയിലെ ITO ഭാഗത്താണ്. ഇവിടെയൊക്കെ റോഡുകളിൽ പൂർണ്ണമായും വെള്ളം നിറഞ്ഞ സാഹചര്യമുണ്ട്. വെള്ളക്കെട്ടാണ് പലയിടത്തും. നമുക്കറിയാം, ദില്ലിയിൽ ഇത്തരത്തിൽ ഒരു ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് നഗരം വെള്ളക്കെട്ടിൽ മുങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ ITOയിലും കൊണാട്ട് പ്ലേസിലെല്ലാം തന്നെയും വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിൽ നഗരങ്ങൾ വിവിധ ഇടങ്ങളിലെല്ലാം തന്നെയും വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ട് ഗതാഗത കുരുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. മാത്രമല്ല 105ഓളം വിമാന സർവീസുകളെ ഈ ഒരു പ്രതികൂലമായ കാലാവസ്ഥ ബാധിച്ചിട്ടുണ്ട്. 105ഓളം വിമാന സർവീസുകൾ വൈകി ഓടുന്നു എന്നുള്ള വിവരം കൂടി നമുക്കിപ്പോൾ ലഭ്യമാകുന്നുണ്ട്. ട്രെയിൻ സർവീസുകളെയും കാര്യമായി ബാധിച്ചിട്ടുണ്ട്. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് അടക്കമുള്ള പ്രദേശങ്ങളിൽ കനത്ത മഴയാണ്. ഇതിൻ്റെ ഒരു ആഫ്റ്റർ ഇഫക്റ്റ് കൂടിയാണ് ഈ ഒരു ദില്ലിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ മഴ ഇനിയും കനക്കുമെന്നും വരും ദിവസങ്ങളിലും മഴ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോൾ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കനത്ത മഴയെ തുടർന്ന് പല ഭാഗങ്ങളിലും റോഡ് ഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് എയർപോർട്ടിലൊക്കെ പോകുന്നവർക്ക് ആ ഭാഗത്തേക്ക് പോകാൻ വേണ്ടി ഇനി 1-2 മണിക്കൂർ അധികം എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത്രത്തോളം വലിയ കനത്ത മഴയും വെള്ളക്കെട്ടുമാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത്. ദില്ലിയുടെ പല ഭാഗങ്ങളിലും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് നമുക്കറിയാം, ഇവിടെ ഒരു ഡ്രെയിനേജിങ് സംവിധാനമൊക്കെ കൃത്യമായ ഒരു സംസ്ഥാനം കൂടിയല്ല. നേരത്തെയും ചെറിയ മഴയിൽ പോലും വലിയ രീതിയിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ ദില്ലിയിലെ നഗരം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഒറ്റ രാത്രിയിലെ മഴയിൽ തന്നെ വെള്ളക്കെട്ട് പൂർണ്ണമായും നഗരത്തിൽ ഗതാഗതക്കുരുക്കെല്ലാം തന്നെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. എന്തായാലും ഇന്നിപ്പോൾ റെഡ് അലർട്ടാണ്. വിവിധ ഭാഗങ്ങളിൽ കനത്ത മഴ ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിനിഷ. വലിയ രീതിയിലുള്ള മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സിബി, നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാം. സിബി നിൽക്കുന്ന സ്ഥലത്ത് വെള്ളക്കെട്ട് ഇതിനോടകം തന്നെ രൂപപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിലൊക്കെ സ്ഥിതി ഇതാണോ? നേരത്തെ സിബി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയ മഴ പെയ്താൽ പോലും ഡ്രെയിനേജ് വെള്ളം ഒക്കെ റോഡിലേക്ക് ഒഴുകി നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ദില്ലി നഗരം മാറും. ദില്ലിയുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. വെള്ളക്കെട്ട് ആ രീതിയിലാണോ റോഡിലൊക്കെ? വിനീഷ, തീർച്ചയായും വലിയ രീതിയിൽ വെള്ളക്കെട്ട് പെട്ടെന്ന് റൂട്ടിൽ രൂപപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. ദില്ലിയിൽ ചെറിയ മഴ പെയ്താൽ പോലും പെട്ടെന്ന് റോഡുകൾ മുങ്ങുന്ന ഒരു സാഹചര്യം. കാരണം നമുക്കറിയാം, ദില്ലിയിൽ മഴ ലഭിക്കുന്നത് അത്ര നമ്മുടെ കേരളത്തിൽ ലഭിക്കുന്ന പോലെ 7-8 മാസം മഴ ലഭിക്കുന്ന ഒരു കാലാവസ്ഥയല്ല. ദില്ലിയിൽ മഴ ലഭിക്കുന്നത് വളരെ ചുരുക്കമാണ്. പക്ഷേ അങ്ങനെ മഴ ലഭിച്ചു കഴിഞ്ഞാൽ അന്ന് തന്നെ ആ നഗരം പൂർണ്ണമായും മുങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. പലയിടങ്ങളിലും ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ട് ഗതാഗതക്കുരുക്കൊക്കെ അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാം. ആളുകളൊക്കെ മഴ നനഞ്ഞ് പോകുന്നത് കാണാം. പലപ്പോഴും നമുക്ക് ദില്ലിയിൽ കാണാൻ കഴിയുന്നത് ഈ വെള്ളക്കെട്ടിൽ ഇനി കുട്ടികൾ ഉൾപ്പെടെയുള്ളവരൊക്കെ ഇറങ്ങി കുളിക്കുന്നതൊക്കെ കാണാം. അവർക്കൊക്കെ വലിയ ആഘോഷമാണ് ഈ മഴ എന്ന് പറയുന്നത്. പക്ഷേ ജോലിക്ക് പോകുന്നവരെ സംബന്ധിച്ച് ഇത് വളരെ ദുരിതപൂർണ്ണം തന്നെയാണ്. കാരണം മഴ നനഞ്ഞ് കുതിർന്നാണ് നമ്മളൊക്കെ പോകുന്നത്. ഇന്ന് രാവിലെയും നമ്മളൊക്കെ ഓഫീസിലെത്തിയപ്പോൾ നന്നായി നനഞ്ഞാണ് ഓഫീസിലെത്തിയത്. ഇവിടെ പലപ്പോഴും വെള്ളക്കെട്ടിൽ ചവിട്ടാതെ നമുക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ആ രീതിയിൽ എല്ലായിടത്തും വെള്ളക്കെട്ട് രൂപപ്പെട്ടിട്ടുണ്ട്. ഇനിയിപ്പോൾ പ്രധാനമായും ഈ വിമാന സർവീസുകളെ ഇപ്പോൾ തന്നെ 105ഓളം വിമാന സർവീസുകളെ ബാധിച്ചിട്ടുണ്ട്. വിമാന സർവീസുകൾ ഷെഡ്യൂളെല്ലാം തന്നെ വൈകിയാണ് ഇപ്പോൾ സർവീസ് ചെയ്യുന്നത്. 13ഓളം വിമാന സർവീസുകൾ റദ്ദാക്കിയെന്നുള്ള വാർത്തയും വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ ട്രെയിൻ സർവീസുകളെയും കാര്യമായി ബാധിക്കുന്നുണ്ട്. കൂടാതെ റോഡുകളിലും നിരത്തുകളിലെല്ലാം തന്നെയും വലിയ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെടുന്നത്. ഇത്തരത്തിലൊക്കെയാണ് ഈ മഴ പെയ്തു കഴിഞ്ഞാൽ, ദില്ലിയിൽ മഴ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമ്മുടെ കേരളത്തിലെ ഒരു അവസ്ഥയല്ല, പെട്ടെന്ന് തന്നെ ഈ വെള്ളക്കെട്ട് രൂപപ്പെടുകയും അത് കാര്യമായ രീതിയിൽ സാരമായ രീതിയിൽ തന്നെ ആളുകളെ ബാധിക്കുകയും ചെയ്യും. ഇന്നലെ രാത്രി തുടങ്ങിയ മഴയാണ്, ഇപ്പോഴും തോർന്നിട്ടില്ല. ഏകദേശം 12 മണിക്കൂറിലധികമായി ഈ കനത്ത മഴ ഇങ്ങനെ തിമിർത്ത് പെയ്യുകയാണ്. അതിൻ്റെ ഒരു വലിയ രീതിയിലുള്ള ദുരിതം ഇപ്പോൾ
ദില്ലി വാസികൾ അനുഭവിക്കുന്നു. പ്രത്യേകിച്ച് കോളനികൾ കേന്ദ്രീകരിച്ചൊക്കെ ആളുകൾക്ക് അവിടെ എല്ലാം തന്നെ വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ട് ആളുകൾക്ക് പുറത്തേക്ക് വരാൻ കഴിയാത്ത സാഹചര്യം കൂടിയുണ്ട്. കൊണാട്ട് പ്ലേസിലും ദില്ലി നഗരത്തിലും മറ്റുള്ള ദില്ലിയിലെ NCR മേഖലയിലെല്ലാം തന്നെയും ഇത്തരത്തിൽ പൂർണ്ണമായും വെള്ളക്കെട്ട് രൂപപ്പെട്ടുകൊണ്ട് ആളുകളുടെ ജീവിതം ഇത്തരത്തിൽ ദുരിതപൂർണമായൊരു സാഹചര്യം ഇപ്പോൾ ഉണ്ടെന്ന് പറയാം. ഇപ്പോൾ ഓരോ വാഹനം കടന്നു പോകുമ്പോൾ നമുക്കറിയാം എത്രത്തോളം വെള്ളം ഈ ഒരു റോഡുകളിലുണ്ടെന്ന് നമുക്ക് വ്യക്തമാകും. ഇത്തരത്തിൽ വിവിധ ഇടങ്ങളിലും വെള്ളക്കെട്ട് വലിയ രീതിയിൽ രൂപപ്പെട്ടുകൊണ്ട് ഇരിക്കുകയാണ്. ഇപ്പോഴും മഴ കനത്ത് തിമിർത്ത് പെയ്യുകയാണ്. നമുക്കറിയാം ഉത്തരാഖണ്ഡിലും ഹിമാചലിലൊക്കെ മേഘവിസ്ഫോടനം ഉണ്ടാകുകയും അതിനെ തുടർന്ന് വലിയ രീതിയിൽ നാശനഷ്ടമുണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയും കനത്ത മഴ തുടരുകയാണ്. അതിൻ്റെയൊക്കെ ഒരു ഫലം കൂടിയാണ് ഇങ്ങോട്ടേക്ക് ദില്ലിയിലേക്കും ഈ ഒരു വലിയ രീതിയിൽ മഴ പെയ്യുവാനുള്ള കാരണം. അവിടെ ഉണ്ടാകുന്ന കാലാവസ്ഥയും ദില്ലിയെ കാര്യമായി ബാധിക്കുന്നുണ്ട്. തലസ്ഥാന നഗരിയെ ബാധിക്കുന്നുണ്ട്. ഇവിടെ UP-യിലും ദില്ലിയിലും ഹരിയാനയിലൊക്കെ ഇപ്പോൾ കനത്ത മഴയാണ്. ഇപ്പോഴും ആ മഴ തുടർന്നുകൊണ്ടിരിക്കുകയാണ് വിനീഷ. ശരി, ദില്ലിയിലെ മഴയാണ് സിബി നമ്മളെ കാണിച്ചു തന്നത്. വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് രൂപപ്പെട്ട് തുടങ്ങിയിരിക്കുന്നു. മണിക്കൂറുകളായി പെയ്യുന്ന മഴയിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ദില്ലിയിൽ. 105 വിമാന സർവീസുകളെ ഈ മഴ ബാധിച്ചിട്ടുണ്ട് എന്നാണ് നിലവിലത്തെ വിവരം.